പൊന്മാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് അതിൻ്റെ അകത്ത് നായികയുടെ ട്രാൻസ്ഫോർമേഷൻ ലൈഫ് എന്നൊക്കെ പറയുന്നത് പ്രണയിക്കാൻ വേണ്ടിയുള്ള നായകൻ്റെ ഒരു ഉപാധിയായിട്ടല്ല നമ്മളതിനെ കാഴ്ചയായിട്ടിരിക്കുന്നത്. പേരെന്നുള്ളതല്ല പ്രസക്തമായത് കാര്യം. ഇപ്പം ഈ സിനിമയ്ക്കകത്താവട്ടെ നിങ്ങൾക്ക് വ്യക്തമാകും. ഒരു പക്ഷേ തൊട്ടപ്പുറലൊക്കെ വളരെ നല്ല അഭിനയവും അവാർഡും എല്ലാം വാങ്ങിച്ച ആളാണ് പറയുന്നത്. പക്ഷേ എനിവേ പ്രിയമതയുടെ കരിയറിൽ ഒരുപാട് സിനിമകൾ ചെയ്യാനുണ്ട്. പക്ഷെ പ്രിയമതയുടെ ലൈഫിൽ പ്രിയമതയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറുണ്ട്, ഒരു സ്ത്രീ അതിൻ്റെ അകത്തുണ്ടായിരുന്നു എന്നൊന്ന് ജനം പറയുന്ന ഒരു കഥാപാത്രം തന്നെയായിരിക്കും. ഡിസിസീവായിട്ടുള്ള അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിൽ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലൈമാക്സിനെല്ലാം പ്രധാനപ്പെട്ട നിലപാടെടുക്കുന്നതിൽ ആ കഥ എൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ് ചെയ്യുന്നത്. കാപ്പിരാളിലെ തന്നെ പൊന്മാനിയെടുത്ത് നോക്കും നിങ്ങൾ. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ പറയുന്നത് അതിന് തക്ക രീതിയിലുള്ള ഉരുവം ആ ക്യാരക്ടറിനുണ്ടെങ്കിൽ ഒരു നമ്മളെ നാട്ടുമറങ്ങളൊക്കെ പറയുന്നത് പോലെ ഒരു നായക കഥാപാത്രം അതിൻ്റെ അകത്തൊരു വിയോജിപ്പ് രേഖപ്പെടുത്തുകയോ അല്ലെങ്കിൽ എനിക്ക് അത്തരത്തിലല്ല അതിൻ്റെ അവസാനം കൊണ്ടെന്നുള്ളത് അങ്ങനെ പറയുന്ന ഒരു ചലച്ചിത്ര ലോകമല്ല നമ്മുടെ. അങ്ങനെ ഒരു മറ്റ് തലങ്ങളിൽ അല്ലെങ്കിൽ അതിൻ്റെ സമ്പത്ത് അല്ലെങ്കിൽ അതിൻ്റെ സാറ്റലൈറ്റ് വാല്യൂ ഇതൊക്കെ കൊണ്ടുവരുന്ന ഒരു സംവിധാനം നടനാണ് എന്നുണ്ടെങ്കിൽ പോലും അവരിൽ ഒരു പരിധിയില്ല. ഞാൻ സഹപ്രവർത്തനം നടത്തിയിട്ടുള്ള ആൾക്കാർ വെച്ച് നോക്കിയാൽ അവരൊന്നും എൻ്റെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല ഇതിൽ സ്ത്രീക്കാണ് കഥാപാത്രം കൂടുതൽ, എനിക്കാണ് കൂടുതൽ എന്നുള്ളത് ഒരു ആളും പറഞ്ഞിട്ടില്ല. അവർക്ക് വ്യക്തമാണ്, അവർക്ക് തക്ക ധാരണയുണ്ട്. നമ്മളുടെ കണ്ടീഷൻ, നമ്മുടെ കേരളം, അതിൻ്റെ പ്രകൃതം എന്ന് പറയുന്നത് എന്ന് നമ്മൾ വളരെ മുന്നിൽ നിൽക്കുന്നത് നമ്മളുടെ സാമൂഹിക ബോധം കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മുടെ ചലച്ചിത്രം, നമ്മുടെ കല ഇതൊക്കെ ഈ കേരളത്തിന് വെളിയിലേക്ക് പോകുമ്പോഴത്തേക്ക് അതിന് തക്ക രീതിയിലുള്ള മനുഷ്യൻ അതിനെ ഹൃദയാൽ സ്വീകരിക്കുന്നതെന്നും മനസ്സിലാക്കാൻ ശേഷിയുള്ളവരാണ്. അപ്പം അത്തരത്തിൽ അതുകൊണ്ടാണ് ഒരു സ്ത്രീ കഥാപാത്രം അതിൻ്റെ ക്ലൈമാക്സിൽ ഇതിൻ്റെ കഥയെ ലൈഫിനെ നിയന്ത്രിക്കുന്ന ഒരു കാഴ്ച നാളെ മുതൽ ഉണ്ടാകാൻ. പരമ്പരാഗത സ്വഭാവത്തിലുള്ള ആൾക്കാരുടെ കാഴ്ചപ്പാട് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ നാളെ മുതലുള്ള ഒരു കാഴ്ചയിൽ അത് ഉണ്ടാകും എന്ന് ഉറപ്പാണ്. താങ്ക് യു സർ. ഇനി ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷനാണ്. നിങ്ങൾ ഇതിലിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സാറിനോട് ചോദ്യങ്ങൾ, 1-2 ചോദ്യങ്ങൾക്കുള്ളിൽ നമുക്കിത് തീർക്കേണ്ടതാണ്. നമുക്ക് സമയ പരിമിതിയുണ്ട്. അപ്പോൾ വേഗം ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ മുന്നോട്ട് വരികയാണെങ്കിൽ നമുക്കിത് വേഗം തീർക്കാൻ പറ്റും. സാറിന്റെ വർക്ക് ഇപ്പോൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ടൈപ്സ് കാണാം. ഇപ്പം ഐസ് പോലുള്ള നോവലാണെങ്കിൽ അതൊരു ശാസ്ത്ര മേഖലയിൽ എഴുതുകയാണ്. അതുപോലെ പൊന്മാനിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി സാമൂഹിക പ്രസക്തിയുള്ളൊരു വിഷയമാണ്. അതുപോലെ തന്നെ ക്രിസ്ത്യയിലുള്ള മൂവിയിലേക്ക് വരുമ്പോൾ റൊമാൻറ്റിക്, ഈ പല മേഖലകൾ ഇതെല്ലാം കൂടി എങ്ങനെയാണ് സാർ കൈകാര്യം ചെയ്യുന്നത്? അതെനിക്കും അറിയത്തില്ല. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഹാൻഡിക്യാപ്സ് ഇല്ലാതാക്കാനായിട്ട് ആരും ശ്രമിക്കുന്നത്. ഞാൻ ഒട്ടും റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരാളല്ല. എന്നിട്ടും 4 വാചകങ്ങൾ കൊണ്ടാണ് പൊന്മാൻ്റെ അകത്ത് ഇവർ തമ്മിൽ പ്രണയമുണ്ടോ എന്നുള്ള കാര്യം എനിക്കിതിൻ്റെ വകതിരിവുകളൊന്നും അറിയത്തില്ല. ഞാൻ വളരെ ഹാർഷായിട്ടുള്ള ഇതാ പറയുന്നത്. അപ്പം ഇവർ ചോദിക്കുന്നു, നീ ശാപാതെ നോക്കണം എന്ന് ഈ നായിക പറയും. എന്ത് ഹാർഷാന്നുള്ളത്, എന്ത് ഒരു പ്രണയം. അപ്പം അവൻ പറയാണ്, ഞാൻ ചത്ത നിനക്കെന്താ എന്ന് ചോദിച്ചാൽ പെൺകുട്ടിയുടെ മുഖത്ത് വെച്ചിരിക്കുന്ന ക്യാമറ ആണ് പ്രണയത്തിൻ്റെ ഈ അവസാന സമയത്ത്. നിങ്ങൾ ചിലരിൽ കണ്ടു കാണും സിനിമ എൻഡിലേക്ക് വരുന്നത് ഒരു സംഗതി, നിന്റെ ദേഹത്ത് മണ്ണ് വീഴാതെ നോക്കണം എന്നിവർ പറയുന്നത്. രണ്ടാമതൊരു കൺസേൺ, എൻ്റെ ദേഹത്ത് മണ്ണ് വീഴാതെ നിനക്കെന്താ. 2 ചോദ്യത്തിനുള്ള തിരിച്ചുള്ള ചോദ്യങ്ങളുള്ള പെൺകുട്ടിയുടെ മുഖത്ത് വെച്ചിട്ടാണ് അത് തെളിയുന്നത്. അതെൻ്റെ പരമാവധിയാണ്. ഞാൻ എല്ലാ മനുഷ്യനും എല്ലാത്തരം അനുഭവ ലോകത്തിലേക്കും കൂടെ നമ്മൾ കടന്നു പോകുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നമ്മൾ നമ്മുടേതായ അല്ലാത്ത അനുഭവ ലോകത്തിലേക്ക് കടന്നു പോകാനായി നമ്മൾ ശ്രമിക്കുന്നതും
നമ്മുടെ പരിമിതികളെ നമ്മൾ ഭേദിക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മളുടെ കലാപ്രവർത്തനം. അല്ലാതെ നമ്മുടെ കഴിവ് കൊണ്ട് നമ്മൾ നിന്ന് താണ്ഡവമാണെന്നല്ല കല. എന്റെ ഹാൻഡിക്യാപ്പ് നിങ്ങൾക്ക് ബോധ്യപ്പെടും. അയാൾക്ക് കുറെ കഴിവുണ്ട്, പക്ഷെ ഇയാൾ അവിടെ അതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് വലിയ കുഴപ്പമാണല്ലോ എന്ന് തോന്നും. അപ്പോഴാണ് നിങ്ങൾക്ക് അയാളുമായിട്ട് എന്നെ പോലെ കുറെ പലതരത്തിലുള്ള മാനസിക കുറവുകളും ഒക്കെ ഉള്ള മനുഷ്യനാണല്ലോ അയാളുടെ കലയിലും അതുണ്ടല്ലോ എന്ന് തോന്നുന്നിടത്താണ് ഈ ആർട്ട് എന്ന് പറയുന്ന സാധനം വരുന്നത്, അല്ലേ? അല്ലാതെ ഇയാൾ ഭയങ്കര അമാനുഷികമായ സാധനം അമാനുഷികത പറയുന്നതല്ല. അതുകൊണ്ട് നിങ്ങളൊരു ശില്പം ഉണ്ടാക്കി വെച്ച് നോക്കും. 2 കണ്ണെടുത്ത് നോക്കി കഴിഞ്ഞാൽ 2 കണ്ണും ഒരാൾക്ക് ഇരിക്കും ഇല്ല. ലോകത്തിലെ ഏത് ക്ലാസിക്സ് എടുത്ത് നോക്കും, എനിക്ക് ഇരിക്കത്തില്ല. ആ ഏറ്റവും കുറവുള്ള മനുഷ്യർക്കുണ്ട്. അതുകൊണ്ടാണ് അപ്പോ ഏതൊക്കെ രോഗങ്ങളെന്നുള്ളത് നമുക്കറിയത്തില്ല. നമ്മൾ കഥാസന്ദർഭമാണ് നമ്മുടെ ഇരുമ്പ് കോടാലി കൊണ്ട് നമ്മുടെ തലക്കിട്ട് വെട്ടുന്നത് പോലുള്ള കഥാസന്ദർഭം. നമ്മൾ അതിൽ നിന്ന് അഴിഞ്ഞു മാറി വല്ല കാര്യം ഏതെങ്കിലും ഒരാൾ കഥ എഴുതി രാവിലെ ഏതെങ്കിലും ജീവികളെ ഭക്ഷണം അന്വേഷിക്കും. ഭക്ഷണം സമയാസമയം കിട്ടുമെന്നുള്ളത് അഹങ്കാരത്തിലാണല്ലോ മനുഷ്യൻ ഇതെല്ലാം ചെയ്യാനായിട്ട് തയ്യാറാണ്. അപ്പൊ ഇത് കോടാലിയുള്ള വെട്ടുപോലെ നമ്മൾ ഉടഞ്ഞറിയാൻ ശ്രമിച്ചിട്ട് നമ്മൾ പിന്നാലെ പിന്തുടരാനായിട്ട് ശ്രമിക്കും. ഇത് ലോകമെന്ന് നമ്മൾ ആലോചിക്കുന്നു. നമ്മളുടെ കഥാപാത്രത്തിന് സംസാരിക്കാനായി എന്തൊക്കെയോ ഉണ്ടല്ലോ, അതിന് നമ്മൾ പിന്തുടരുന്നുള്ളൂ എന്നുള്ള ചോദ്യത്തിന്റെ പിന്നാലെയാണ് പിന്നീട് ഇതിന്റെ ലോണം തീരുമാനിക്കപ്പെടുന്നത്. അപ്പം പൃഥ്വിരാജ് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകളിൽ പറഞ്ഞു ഇങ്ങനെ, ഇത് ഒരു മാസ് സിനിമ അല്ല, ഇതൊരു ഹ്യൂമൻ ഡ്രാമയാണ് അല്ലോ. അപ്പോഴാണ് സത്യത്തിൽ ഞാൻ ആലോചിക്കുന്നത്, ഹ്യൂമൻ ഡ്രാമയാണ് ഇതിൽ നമ്മള് ജോറിനെ കുറിച്ച് അവര് കൃത്യമായി സിനിമയിൽ അഭിനയിച്ച് വന്ന് അവരതിന്റെ ധാര ഏതെന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് തിട്ടപ്പെടുത്തി വെക്കുമ്പോഴത്തേക്ക് അവർ കണക്കൂട്ടുന്നത് ഇത് ഹ്യൂമൻ ഡ്രാമയാണ്. മോർ ദാൻ ദാറ്റൊക്കെ ഒരു എന്തുവാ ഒരു മാസ് എൻ്റെർലി മാസ് പടം എന്നുള്ളതിന്റെ അപ്പുറത്തെ. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്, ഓക്കെ അങ്ങനെയാണല്ലേ ഇപ്പം റിലേഷൻഷിപ്പാണ് പറയുന്നത്. അതെല്ലാം രണ്ടാമത് വരുന്ന ഓണമെന്നൊക്കെ രണ്ടാമത് വരുന്ന നമുക്ക് നമ്മുടെ കഴിവില്ലായ്മകളെ എങ്ങനെ കുറച്ച് തുടച്ചു മാറ്റാനായി അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാൻ നമുക്ക് നടത്തുന്ന ഒരു ശ്രമം മാത്രമാണ് ഓരോ കലാസൃഷ്ടികളും എന്നത്. ആ കണ്ണിലെ നിങ്ങളുടെ കലാ ആസ്വാദനം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഏത് തരത്തിലുള്ള ഒരു സംഗതികളെ കാണുമ്പോഴും അതൊക്കെ ഉൾക്കൊള്ളത്തില്ല പടച്ചു വെച്ചിരിക്കും. സിനിമയെന്ന് മാത്രമല്ല, ഒരു ശില്പം കാണുമ്പോഴും എന്താണെങ്കിലും നിങ്ങളിപ്പം പുതിയ ഭാരതീയ പിന്നെ എന്തുവാ നിയമ സംഹിതകൾ വായിക്കുമ്പോഴും അതിൻ്റെ അകത്ത് കൈക്കുറ്റപ്പാടുകളുണ്ട്. ആ കൈക്കുറ്റപ്പാടുകൾ കുറച്ച് ആൾക്കാർ ചേർന്നുകൊണ്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തുകൊണ്ട്. അതുകൊണ്ടാണ് അതിൽ ഭേദഗതികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഭാരതീയ നിയമസംഹിത നിരന്തര ഭേദഗതികൾക്ക് വിധേയമാണ്. പുതിയ കാലത്തേക്കുള്ള ക്രൈംസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ദിവസം കഴിയുമ്പോഴാണ് അതിന്റെ നിർവചനത്തിലേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന തരത്തിലുള്ള അങ്ങനെ ഓരോരുത്തർ ഇതെന്നും സമ്പൂർണ്ണവും പരിപൂർണവുമായ ആൾക്കാർ ആരുമല്ല. അതൊരു കരുതലാണ് മറ്റുള്ള ആൾക്കാരിലേക്ക്. നമുക്കൊരു ശക്തിയുള്ള ഒരാൾ ഇല്ല, അയാൾക്കുള്ള ശക്തി നമുക്ക്. ഈ ഒരു കരുതലുകൾ നിങ്ങൾ സമഗ്രമായി ഉണ്ടായിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായി ലാൻഡ് ഫ്ലോട്ട് ചെയ്ത് ഈ അതിക്രൂരമായ മത്സരബുദ്ധിയുള്ള ലോകത്ത് നിങ്ങൾ വളരെ സുഗമമായി ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത് ഈ സ്വയം നമ്മുടേതായ ഷോർട്ട് കമിങ്സ് മനസ്സിലാക്കി മറ്റുള്ളവർ മനസ്സിലാക്കി പരസ്പരം താങ്ങായിട്ട് നിൽക്കുന്ന ഈ പ്രക്രിയയാണ് നല്ല ജീവിതം ലൈഫ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പം അതുകൊണ്ട് ലോണം നമുക്ക് സഹകരിക്കാൻ ചിന്തിക്കുന്നില്ല. എങ്ങനെയാണ് പല ലോണമൊന്നും അറിയത്തില്ല. നമ്മൾ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്